നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് വന്ന് ദുരന്തമുഖത്തുള്ളവർക്ക് ആശ്വാസം പകർന്നതിന് തൊട്ടു പിന്നാലെ കുറെ ചിത്രങ്ങളും പ്രചരിച്ചു. അതിൽ ലോകമേറ്റെടുത്ത ഒരു ചിത്രമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പുറത്തു വന്ന ഒരു ചിത്രം. അത് ലോകത്തിന്റെ മുക്കും മൂലയിലേക്കും വയനാട് എന്ന ദുരന്ത ഭൂമിയിലെ അവശേഷിക്കുന്ന പുഞ്ചിരിയായി ഏറ്റെടുത്തു. വയനാട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനം കവർന്ന 3 വയസ്സുകാരി നൈസ എന്ന റൂബിയ ദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്ന രാജ്യത്തിന്റെ ഓമനപുത്രിയാവുകയാണ്. മാത്രമല്ല, മോദിയുടെ ദത്തുപുത്രിയായിരിക്കുന്നു. മോദിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ടവരുടെയെല്ലാം മനസ്സ് തകർന്നും നിറയ്ക്കുന്നതായിരുന്നു. അതെന്റെ വീടിനടുത്തുള്ള സാറാണ്, ഞാൻ കെട്ടിപ്പിടിച്ചു വിടില്ലെന്ന് പറഞ്ഞു. റൂബിയയുടെ വാക്കുകളായിരുന്നു ഇത്. പ്രധാനമന്ത്രിയാണ് കൂടെ നിൽക്കുന്നതെന്ന് കുഞ്ഞു റൂബിയയ്ക്ക് അറിയില്ല. മുഖം ചേർത്ത് പിടിച്ച് ആ വെളുത്ത താടിയിൽ തടവിയപ്പോൾ അവൾക്ക് വീടിനടുത്തുള്ള സ്കൂളിലെ സാറിനെയാണത്രേ ഓർമ്മ വന്നത്. ചൂരൽമലയിലെ തകർന്ന കെട്ടിടത്തിനുള്ളിൽ ചെളിയിൽ പൂണ്ട നിലയിലായിരുന്നു റൂബിയയെ കണ്ടെത്തിയത്. ശരീരത്തിലാകെ മുറിവേറ്റിരുന്നു. നിർത്താതെയുള്ള കരച്ചിൽ കേട്ടെത്തിയ അയൽവാസിയാണ് അവളെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മോദിയെ കെട്ടിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന നൈസയുടെ മുഖം വയനാട്ടിലെ ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകമായി മാറുകയാണ് ഇപ്പോൾ. ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നൈസ എന്ന റൂബിയയ്ക്ക് ഇപ്പോൾ ഉമ്മ ജസീല മാത്രമാണുള്ളത്. ഉപ്പയും സഹോദരങ്ങളും അടക്കം ഉറ്റവരെ എല്ലാവരെയും ദുരന്തം കവർന്നുകൊണ്ടുപോയി. ചെളിയിൽ കുടുങ്ങിയ നൈസയെ ബന്ധുവായ സ്ത്രീയാണ് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മകൾ രക്ഷപ്പെട്ട വിവരം ജസീല തിരിച്ചറിഞ്ഞത്. പ്രധാനമന്ത്രി വരുമ്പോൾ നമസ്തേ പറയണമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിരുന്നു അവൾക്ക്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ നൈസ കൈകൂപ്പി. തിരിച്ച് നമസ്തേ പറഞ്ഞ് മോദിയും കൈകൂപ്പി. അരികിൽ ചെന്ന് മോദി കൈ നീട്ടിയപ്പോൾ അവളും കൈ നൽകി. കട്ടിലിനരികിൽ നിന്ന് മോദി അവളെ ചേർത്തു നിർത്തി തലോടി ലാളിച്ചുകൊണ്ട് വാരിപ്പുണർന്നു. നൈസ മോദിയുടെ താടിയിൽ പിടിച്ചു കളിക്കാൻ തുടങ്ങി. തന്റെ മുഖത്തും കണ്ണടയിലും കൗതുകത്തോടെ തലോടിയ നൈസയെ മോദി വാത്സല്യത്തോടെ ലാളിക്കുന്ന ദൃശ്യങ്ങൾ രാജ്യത്തിന്റെ ആകെ മനം കവരുകയാണ് ഇപ്പോഴും. മോദി ജസീലയുമായും സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. നൈസ ഇപ്പോൾ ആശുപത്രി വാർഡിൽ ഓടി നടക്കുകയാണ്. കുഞ്ഞിനെ വാരിപ്പുണർന്ന് ദുഃഖം കടിച്ചൊതുക്കി കഴിയുകയാണ് അമ്മ ജസീല. ചൂരൽമല സ്കൂൾ റോഡിൽ മുകൾ ഭാഗത്താണ് ജസീലയും കുടുംബവും താമസിച്ചിരുന്നത്. നൈസയുടെ പിതാവ് ഷാജഹാനും സഹോദരങ്ങളായ ഹീന, ഫൈസ, മാതാപിതാക്കളായ മുഹമ്മദ് കുട്ടി, ജസീല മുഹമ്മദ് കുട്ടിയുടെ സഹോദരൻ ഹംസ, 2 പേരക്കുട്ടികൾ എന്നിവരും വീടോടൊപ്പം ഒഴുകിപ്പോയി. അങ്ങനെ റൂബിയയും അമ്മ ജസീലയും ദുരന്തമുഖത്ത് ഒറ്റയ്ക്കായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന 3 വയസ്സുകാരി റൂബിയ എന്ന കൊച്ചുമിടുക്കി മഹാദുരന്തത്തിലെ അതിജീവനത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ്. ഒപ്പം ദുരന്തമുഖത്തെ ഏറ്റവും നിഷ്കളങ്കതയേറിയ പുഞ്ചിരിയും.